ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി. ഞാൻ രണ്ടാളെയും കാത്തിരിക്കായിരുന്നു. എന്താ അമ്മേ? രാവിലെ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ആ പയ്യന്റെ വീട് എവിടെയാണെന്ന്? യോ എന്റെ അമ്മേ, അതിനൊക്കെ സമയമാവുമ്പോ ഞാൻ വീട് പറഞ്ഞു തരാം. അമ്മ ഇവിടെ കൊണ്ടുപോവുകയും ചെയ്യാം. എന്നാലേ നീ കൊണ്ടുപോയി കാണിക്കണ്ട. ആ വീട് ഞാൻ കണ്ടുപിടിച്ചു. അമ്മ കണ്ടുപിടിച്ചെന്നോ? എങ്ങനെ? അത് പറഞ്ഞാലേ ഇത്തിരി രസാ. നിങ്ങൾ പോയതിന്റെ പിന്നാലെ ഞാൻ വെറുതെ പുറത്തോട്ടൊന്നിറങ്ങി. അപ്പം ദൈവം കൺമുന്നിൽ എത്തിച്ചതുപോലെ ആ ചെറുക്കൻ. എന്നിട്ട് കാണാൻ സംസാരിക്കാന്നൊക്കെ വിചാരിച്ചതാ. അപ്പോഴേക്കും കാറിൽ കയറി ഒരൊറ്റ പോക്ക്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അതിന്റെ പിന്നാലെ അങ്ങ് പോയി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇതാ ഞാൻ പറഞ്ഞു കഴിയുമ്പോ എന്നോട് ദേഷ്യം പിടിക്കരുതെന്ന്. എന്നിട്ട് അമ്മ വീട്ടിൽ പോയോ? ആ പോയി. പുറത്തുനിന്ന് വീടൊക്കെ കണ്ടപ്പോ തിരിച്ചു പോന്നാലോ എന്ന് കരുതിയതാ. പിന്നെ നിന്റെ കാര്യമല്ലേ, വിശദമായിട്ട് അറിയണ്ട എങ്ങനെയാ പോരുന്നേ. ധൈര്യമായിട്ട് ചെന്നങ്ങ് ബെല്ലടിച്ചു. തങ്കേച്ചി ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? വെറുതെ പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? കണ്ടുപിടിച്ചതും ചെന്നതും അവിടെ ഉള്ളവരെയൊക്കെ കണ്ടതും ഒക്കെ ഭാഗ്യ. അത്ര തന്നെ. ആ അവന്റെ അമ്മയുണ്ടല്ലോ സുമിത്ര, എന്തൊരു നല്ല സ്ത്രീയാ. എന്ത് നന്നായിട്ടാ സംസാരിക്കുന്നേ. ആ മുത്തശ്ശിയില്ലേ സരസ്വതിയമ്മ, ഇത്രയും വലിയ തറവാട്ടുകാര് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണം കാണിക്കാതിരിക്കോ? അമ്മ എന്റെ അമ്മയാണെന്ന് അവരോട് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞില്ല. എന്നെ അവർക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ അമ്മയാണെന്ന് പറഞ്ഞാല് പിന്നെ അവരെന്തെങ്കിലും കൽപ്പിച്ചു കൂട്ടി എന്റെ മുന്നിൽ ചെയ്താലോ? അതുകൊണ്ടാ പറയാതിരുന്നത്. എന്നിട്ട് തങ്കേച്ചി എന്ത് പറഞ്ഞ അവിടുന്ന് പോന്നേ? എന്റെ സുനന്ദേ, ഞാൻ അവിടുന്ന് പോന്നതാണോ ഇതൊക്കെ കണ്ടെന്നെ കേട്ടെന്റെ സന്തോഷത്തില് ഒഴുകി ഇങ്ങി പോന്നതാണോ എനിക്ക് അറിഞ്ഞൂടാ. ആ ചെക്കൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണിച്ചു തരട്ടെന്ന് ചോദിച്ച് സുമിത്ര എനിക്ക് കാണിച്ചു തന്നതേ ഇവളുടെ ഫോട്ടോയാ. അമ്മയ്ക്ക് എന്തായാലും സന്തോഷായി മോളെ. നീ അവിടെ സുരക്ഷിതമായിരിക്കും. അമ്മയ്ക്കത് ഉറപ്പാ. അല്ല മോളെ, നീ ഇതെവിടെ പോവാ? അതെ, ഞാനിപ്പോ ഇങ്ങനൊരു പോക്ക് പോവെന്ന് അവള് കരുതിയിട്ടില്ല. അതിന്റെ കെറുവാ. ആ പിണക്കമൊക്കെ ഞാൻ തീർത്തോളാം. പിന്നെ സുനന്ദേ, ഞാനീ പറഞ്ഞ അമ്മയും അമ്മൂമ്മയും മാത്രമല്ല, വേറെ ചില അവതാരങ്ങളും ഉണ്ട് അവിടെ. അത് പിന്നെ ഈ കൊള്ളാവുന്ന വീട്ടിലൊക്കെ കുശുമ്പ് പറയാൻ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവില്ലേ? അത് തന്നെ. ഓ, അവരുടെയൊക്കെ കാര്യം ആര് നോക്കുന്നു? എന്റെ മോക്ക് ദൈവം വിധിച്ചിരിക്കുന്നത് ചെറിയൊരിടത്തല്ല,